നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ചെയ്യണേ. പഞ്ചലോക വിഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം: ചെമ്പ്, വെള്ളി, അലുമിനിയം, സ്വർണം. ആൻസർ ചെമ്പ്. കാറ്റിന്റെ വേഗത അളക്കുന്നതിനുള്ള ഉപകരണം: തെർമോമീറ്റർ, ബാരോമീറ്റർ, ലാക്ടോമീറ്റർ, അനിമോമീറ്റർ. ആൻസർ അനിമോമീറ്റർ. നേവ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എയ്ഡ്സ്, ക്ഷയം, ടൈഫോയിഡ്, ക്യാൻസർ. ആൻസർ എയ്ഡ്സ്. വ്യക്തമായ കാഴ്ചശക്തിയുടെ ശരിയായ അകലം: 10 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ, 25 സെന്റിമീറ്റർ, 50 സെന്റിമീറ്റർ. ആൻസർ 25 സെന്റിമീറ്റർ. ടിബറ്റൻ കാള എന്നറിയപ്പെടുന്നത്: യാക്ക്, കാട്ടുപോത്ത്, കടുവ, ഹിപ്പോ. ആൻസർ യാക്ക്. ഏത് വിളയെ ബാധിക്കുന്ന രോഗമാണ് ദ്രുതവാട്ടം? നെല്ല്, കുരുമുളക്, ഗോതമ്പ്, ഏലം. ആൻസർ കുരുമുളക്. സൗരയൂഥത്തിലെ രണ്ടാമത്തെ വലിയ ഗ്രഹം: ശനി, ബുധൻ, ചൊവ്വ, യുറാനസ്. ആൻസർ ശനി. സാർസ് ബാധിക്കുന്ന ശരീരഭാഗം: ശ്വാസകോശം, ഹൃദയം, കരൾ, വൃക്ക. ആൻസർ ശ്വാസകോശം. കരയിലെ കശേരുക്കളിൽ ഏറ്റവും വലിയ കണ്ണുള്ള ജീവി: ഒട്ടകപ്പക്ഷി, ആന, സിംഹം, തിമിംഗലം. ആൻസർ ഒട്ടകപ്പക്ഷി. മലബന്ധമുള്ളവർക്ക് വരുന്ന രോഗം: അൾസർ, പൈൽസ്, തിമിരം, വെള്ളപ്പാണ്ട്. ആൻസർ പൈൽസ്. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകം ഏത്? ജീവകം എ, ജീവകം സി, ജീവകം ഇ, ജീവകം ഡി. ആൻസർ ജീവകം സി. ഏത് രോഗത്തെയാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന് വിളിക്കുന്നത്? മലേറിയ, ടൈഫോയിഡ്, മലമ്പനി, യുറീമിയ. ആൻസർ മലേറിയ. കൃത്രിമ പരാഗണത്തിലൂടെ മാത്രം കായ്ക്കപ്പെടുന്ന സസ്യം: വാനില, തക്കാളി, പയർ, ഗോതമ്പ്. ആൻസർ വാനില. രാവിലെ എഴുന്നേറ്റ ഉടൻ വെള്ളം കുടിച്ചാൽ മാറുന്ന രോഗം: പൈൽസ്, അസിഡിറ്റി, ഛർദി, മൈഗ്രെയിൻ. ആൻസർ അസിഡിറ്റി. പ്രസവിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്ന മത്സ്യം: സ്രാവ്, തിമിംഗലം, ഹിപ്പോകാമ്പസ്, നത്തോലി. ആൻസർ ഹിപ്പോകാമ്പസ്.